മലപ്പുറത്തെ കുട്ടികളെ ഡിവൈഎസ്പി തീവ്രവാദികൾ എന്ന് വിളിച്ച് അപമാനിച്ചെന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് ഞങ്ങൾ മലപ്പുറത്തുകാർ കേട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു തവണ കൂടി ഞാൻ ഈ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. സത്യത്തിൽ എന്താണ് എല്ലാവരും മലപ്പുറത്തിന്റെ നെഞ്ചത്തോട്ട് ഇങ്ങനെ കുതിര കയറുന്നത്? പണ്ടൊരു മുഖ്യമന്ത്രി പറയുകയുണ്ടായി മലപ്പുറത്തെ കുട്ടികൾ റാങ്ക് നേടുന്നത് കോപ്പി അടിച്ചിട്ടാണെന്ന്. ഇപ്പോൾ ഡിവൈഎസ്പി പറയുന്നു മലപ്പുറത്തെ കുട്ടികൾ തീവ്രവാദികളാണെന്ന്. സത്യത്തിൽ മലപ്പുറക്കാരോട് എന്തിനാണ് ഈ ക്രൂരത? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങളോട് എന്തിനാണ് ഈ തരംതിരിവ്? മലപ്പുറത്തെ കാണണമെങ്കിൽ പാകിസ്ഥാന്റെ ഭൂപടത്തിലേക്കല്ല നോക്കേണ്ടത്, ഇന്ത്യയുടെ ഭൂപടത്തിലേക്കാണ്. കാരണം ഞങ്ങളും ഈ മണ്ണിൽ ജനിച്ചു വളർന്നവരാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചവനെ കാണുന്നതൊക്കെ മഞ്ഞയായിട്ടേ തോന്നൂ. മലപ്പുറത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മലപ്പുറത്തിനെ കുറിച്ച് കുറച്ചെന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. പൂന്താനവും തുഞ്ചത്തെഴുത്തച്ഛനും മോയിൻകുട്ടി വൈദ്യനും പിറന്നു വീണ മണ്ണാണ് മലപ്പുറത്തിന്റേത്. തീരദേശാഭിമാനികളായ വാരികുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും മമ്പുറം തങ്ങളും ചെമ്പ്രശ്ശേരി തങ്ങളും വളർന്ന മണ്ണാണ് മലപ്പുറത്തിന്റേത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന മണ്ണാണ് മലപ്പുറത്തിന്റേത്. ഓണവും ക്രിസ്മസും പെരുന്നാളും ഒരുപോലെ ആഘോഷിക്കുന്നവരുടെ മണ്ണാണ് മലപ്പുറത്തിന്റേത്. പിറന്നു വീണ മണ്ണിൽ വൈദേശിക ശക്തികളുടെ ആധിപത്യമില്ലാതെ ഒരു ദിനമെങ്കിലും മന്തിയുറങ്ങുന്നതിന് വേണ്ടി വൈദേശിക ശക്തികളോട് സന്ധിയില്ലാ സമരം നടത്തി വെള്ളപ്പട്ടാളക്കാരന്റെ നിറതോക്കിന് മുന്നിലേക്ക് ഊരിപ്പിടിച്ച വാളുമായി പടപുരിതാനിറങ്ങി ഒടുവിൽ ഭാരതാംബക്കുമേൽ നിണത്തുള്ളികൾ കൊണ്ട് രക്തഹാരം ചാർത്തി ഒരു പിടി മണ്ണ് നെഞ്ചോട് ചേർത്ത് ധീര രക്തസാക്ഷിത്വം വഹിച്ച ആയിരക്കണക്കിന് രക്തസാക്ഷികൾ അന്തി ഉറങ്ങുന്നവരുടെ മണ്ണാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ ആരുടെ മുന്നിലും തലയുയർത്തി ചങ്കൂറ്റത്തോടെ പറയാൻ സാധിക്കും, മലപ്പുറത്തുകാരൻ തീവ്രവാദിയല്ല, മലപ്പുറത്തുകാരൻ വർഗീയവാദിയല്ല. ഇനി 1000 തവണ നീ നിന്റെ വിഷം തുപ്പുന്ന നാവുകൊണ്ട് ഞങ്ങൾ വർഗീയവാദി എന്ന് വിളിച്ചാലും തീവ്രവാദി എന്ന് വിളിച്ചാലും ഞങ്ങളെ തളർത്താൻ കഴിയില്ല. തീയിൽ കുരുത്തവരാണ് മലപ്പുറത്തിന്റെ മക്കൾ. വെയിലത്ത് വാടുമെന്ന് തെറ്റിദ്ധരിക്കരുത്. പൊങ്ങാത്ത നാവും ഉയരാത്ത കൈകളും അടിമത്തത്തിന്റെ ലക്ഷണമാണ്. മലപ്പുറത്തിന്റെ മക്കൾ തീവ്രവാദികളാണോ അതോ പച്ചയായ മനുഷ്യരാണോ എന്ന് കാലം തെളിയിക്കട്ടെ. വേദനിക്കുന്ന ആയിരക്കണക്കിന് മലപ്പുറത്തുകാർക്ക് വേണ്ടി ഷാഹുൽ മലയിൽ സൈനിങ് ഔട്ട്.